സൂപ്രഭയുടെ അവസാന ഘട്ടത്തിലേക്ക് ശ്രീ എം ടി രമേശ്, CPM-നെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ ഈ നീക്കം നടത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രശ്നം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ വലിയ പരാജയത്തിൻ്റെ നിരാശയാണെന്നാണ് കോടിയേരി പറയുന്നത്. നിങ്ങൾ ആദ്യം 70+, അതുപോലെ തന്നെ 34% വോട്ട് ഇതെല്ലാമാണ് പ്രഖ്യാപിച്ചത് കിട്ടുമെന്ന്. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. കോൺഗ്രസിൻ്റെ സഹായത്താൽ മാത്രം നേമത്ത് ജയിച്ചു. 104ഓളം സമുദായ സംഘടനകളെ ഏകോപിപ്പിച്ച് ഈ പറയുന്ന വെള്ളാപ്പള്ളിയുമായി ചങ്ങാത്തം കൂടി ഹിന്ദുത്വ ധ്രുവീകരണത്തിന് ശ്രമിച്ചു. അത് പാളിപ്പോയി. ഇതിനെല്ലാം തടസ്സമായി നിൽക്കുന്നത് CPM-ൻ്റെ ഈ ശക്തമായ ചെറുത്തുനിൽപ്പാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അത് പൊളിക്കാനായി CPM-നെ വേട്ടയാടുന്നത് എന്നാണ് വിമർശനം. ഒന്ന്, BJP-യുടെ കേരളത്തിലെ പെർഫോമൻസിനെ സംബന്ധിച്ച് CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും അംഗീകരിച്ചിട്ടുള്ള പ്രമേയമുണ്ട്. ആ പ്രമേയത്തിൽ പറയുന്നത് കേരളത്തിൽ വലിയ തോതിലുള്ള BJP-യുടെ വളർച്ച ആശങ്കാജനകമാണെന്നാണ്. അപ്പോൾ ഞങ്ങൾ വളർന്നിട്ടുണ്ട് എന്ന് CPM-ൻ്റെ കേന്ദ്ര നേതൃത്വം സമ്മതിക്കുന്നു. MLA ഇല്ലാത്തൊരു പാർട്ടിയായിരുന്നു, ഞങ്ങൾക്ക് MLA ഉണ്ടായി. 7 സ്ഥലത്ത് 2ാം സ്ഥാനത്ത് വന്നു. ഞങ്ങൾക്ക് 10-30 ലക്ഷം വോട്ട് കിട്ടി. അത് സ്വാഭാവികമായിട്ട് കേരളം BJP ഭരിക്കുമെന്നും ആരും വിശ്വസിച്ചിട്ടുണ്ടാവില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPM ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളാണ്, ഞങ്ങളുടെ ശത്രുക്കളൊന്നുമില്ല. CPM-നെ ശത്രുക്കളാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയം BJP ഇന്നേവരെ സ്വീകരിച്ചു. ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ശത്രുക്കളില്ല. കാരണം BJP വളർന്നിട്ടുള്ളത് CPM-നകത്തുനിന്ന് ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടാണ്. അങ്ങനെ വരണം, അത് വരുത്താൻ ഞങ്ങൾ ശ്രമിക്കും. അത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ്. കാരണം CPM കൊലപ്പെടുത്തിയിട്ടുള്ള ആളുകൾ മുഴുവൻ നോക്ക്, എല്ലാം പഴയകാല കമ്മ്യൂണിസ്റ്റുകളാണ്. മുൻകാല കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള ആളുകളെയാണ് CPM കൊലപ്പെടുത്തിയ RSS BJP ആൾക്കാരൊക്കെ. അപ്പോൾ CPM ആളുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കും. അത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കണ്ണൂർ ജില്ലയിലായാലും കേരളത്തിലെവിടെയായാലും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കൂ. ഞങ്ങൾ മാർക്സിസ്റ്റ് ഗ്രാമങ്ങളിലേക്ക് കടന്നു കയറാൻ ശ്രമം നടത്തുന്നതിനുള്ള യാഥാർത്ഥ്യമാണ്. മാർക്സിസ്റ്റ് ഗ്രാമത്തിലേക്ക് ഞങ്ങൾ കടന്നു കയറാൻ ശ്രമം നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ്. സംഘർഷം ഉണ്ടാക്കി കിടത്താൽ ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും 7 അയലത്ത് പോലും എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സംഘർഷമില്ലായ്മയാണ്. അതുകൊണ്ട് തന്നെയാണ് RSS-ൻ്റെ സർസംഘചാരക് പറഞ്ഞത് സമാധാനത്തിന് വിട്ടുവീഴ്ച ചെയ്യാൻ RSS-ഉം BJP-യും ഒക്കെ തയ്യാറാകുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് സമാധാനമുണ്ടാണ്. ഇനിയും സമാധാനത്തിൻ്റെ വാതിൽ അടഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. CPM-ൻ്റെ കേന്ദ്രങ്ങൾ മറ്റുള്ളവർക്ക് കൂടി രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഘർഷം എന്നേക്കുമായിട്ട് അവസാനിക്കും. അവസാനമായി ശ്രീ TI മധുസൂദൻ, എന്തായാലും ഈ പ്രശ്നത്തിൽ പിണറായി പ്രതികരിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. കത്തും കൊടുത്തിട്ടുണ്ട് KPCC അധ്യക്ഷൻ. DGP-ക്ക് പരാതി നൽകിയിരിക്കുകയാണ് BJP. നിയമപരമായും രാഷ്ട്രീയമായും പിണറായി വിജയൻ മറുപടി പറയേണ്ട സന്ദർഭമാണിത്. എന്താണ് അദ്ദേഹത്തിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഉത്തരവാദിത്തം എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകുമെന്ന് കരുതാമോ? ചുരുക്കം വാക്കുകളിൽ 1 മിനിറ്റ് കഷ്ടി. ഇതിൽ സുധാകരൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, കഴിഞ്ഞ UPA ഗവൺമെൻറ് ഏറ്റവും മെച്ചപ്പെട്ട ക്രമസമാധാന പാലനത്തിലുള്ള സംസ്ഥാന ഗവൺമെൻറ് അവാർഡ് കൊടുത്തത് കേരളത്തിനാണ്. അത് UDF-ൻ്റെ കാലത്ത് നേടാൻ കഴിയാത്തൊരു കാര്യമാണ്. ഇവിടെ പിണറായി വിജയൻ ഒരു കാര്യം അസന്നിഗ്ധമായിട്ട് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. CPM പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് പയ്യന്നൂരിൽ തുടർ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആയുധം താഴെ വെക്കേണ്ടത് RSS ആണ്. ആയുധം താഴെ വെക്കേണ്ടത് RSS ആണ് തന്നെയാണ് കോടിയേരിയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിണറായി വിജയനും കോടിയേരിയും 2 വഴിക്ക് കൂടി സഞ്ചരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു സ്വപ്നം കാണൽ മാത്രമായിട്ട്. ശരി, ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സൂപ്രഭയുടെ അവസാനിക്കുന്നു.